ഇതാണ് കർക്കിടക മാസത്തിൽ പണ്ട് തൊട്ടേ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഉലുവാപ്പാൽ. മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ നീർക്കെട്ടും വേദനകളും ഒക്കെ ശമിപ്പിക്കുന്നതിനാണ് ഈ ഉലുവാപ്പാൽ പണ്ട് തൊട്ടേ കഴിച്ചിരുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവ നന്നായി കഴുകിയ ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്ത ശേഷം ആ വെള്ളത്തോടു കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഉലുവ ഷുഗർ കുറയ്ക്കാനും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നടുവേദന, സന്ധിവേദന ഒക്കെ കുറയ്ക്കാൻ ഉലുവ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ ഉലുവ കഞ്ഞിയും ഉലുവ പാലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇനി വെന്ത ഉലുവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ കുറച്ച് തിക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും ഇതൊരല്പം തിക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനിയോടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉലുവാപ്പാൽ റെഡിയായി. അപ്പൊ നിങ്ങൾ കർക്കിടകത്തിൽ ഉലുവാപ്പാൽ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും കയ്പില്ല, നല്ല ടേസ്റ്റിയാണ്.